നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. യേശുപ്പാവിന് പലതരമുള്ള കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ രക്തപ്പകയിൽ മറിച്ച് ഞങ്ങളോട് സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഈ സമയം കർത്താവേ ഞങ്ങളുടെ സന്നിധിയിൽ അങ്ങയുടെ വചനം കേൾക്കാനായിട്ട് ഞങ്ങളുടെ ഭാരങ്ങൾ തമ്മിൽ വഹിക്കാൻ വേണ്ടി കർത്താവെ വന്നിരിക്കുകയാണ് കർത്താവെ. 2-3 പേര് എവിടെ കൂടുന്നു അവർ യേശുവിൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നു അവർ മധ്യത്തിൽ എഴുന്നേറ്റ് വരുന്നു പറഞ്ഞ കർത്താവെ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ കൂടിയിരിക്കുകയാണ് കർത്താവെ. അങ്ങയുടെ വചനം കേൾക്കാനും കർത്താവെ ഞങ്ങളുടെ ഭാരങ്ങൾ ഷെയർ ചെയ്യാൻ ഞങ്ങൾ വന്നിരിക്കുകയാണ് കർത്താവെ. ഞങ്ങൾ ഒഴിഞ്ഞവരായി വന്ന് കർത്താവെ നിറഞ്ഞവരായി ഞങ്ങളെ മടക്കേക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. യേശു അടിൻ്റെ കുറവുകളും കുറ്റങ്ങളും കർത്താവെ ഇവിടെ വന്നവരുടെ അനുഗ്രഹത്തിന് കാരണമായി തീരാതിരിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. എല്ലാവരെയും പ്രാർത്ഥനകളും സൂത്രം നൽകണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. അങ്ങനെ വചനത്താൽ ഞങ്ങൾ നിരക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. സലോം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രവൃത്തിയുടെ ഉത്തരം പറയണമേ. ആമേൻ. പതിനെട്ടാമത്തെ ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിലാരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിലാരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പണിയ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പണിയ പിടിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൽ കറപോകി. പാവന നീണം തന്നു പാപത്തിൽ കറപോക്കി. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിലാരാധിക്കും. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിലാരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിൻ മക്കൾ കൂടിടുമ്പോൾ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിൻ മക്കൾ കൂടിടുമ്പോൾ. മധ്യേ വന്നാനുഗ്രഹം ചെയ്തിടാമെന്നുരാ. മധ്യേ വന്നാനുഗ്രഹം ചെയ്തിടാമെന്നുരാ. ചെയ്തവൻ നീ മാത്രമാ നിന്നെ ഇന്ന് ആത്മാവിലാരാധിക്കും. ചെയ്തവൻ നീ മാത്രമാ നിന്നെ ഇന്ന് ആത്മാവിലാരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ
മർക്കോസിൻ മാളികയിൽ ആദിമ നൂറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസിൻ മാളികയിൽ നിന്നമ്മ പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ നിന്നമ്മ പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ നിൻ ശക്തിയായി ചീടുക നിന്നെ ഞങ്ങൾ ആത്മാവിലാരാധിക്കും നിൻ ശക്തിയായി ചീടുക നിന്നെ ഞങ്ങൾ ആത്മാവിലാരാധിക്കും ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ ചെങ്കടൽ കടന്ന മിര്യാം തൻ കയ്യിൽ തപ്പെടുത്താത്തതുപോ ചെങ്കടൽ കടന്ന മിര്യാം തൻ കയ്യിൽ തപ്പെടുത്താത്തതുപോ പാപത്തിൻ ചങ്ങല ഒട്ടിച്ചെറിഞ്ഞത പാപത്തിൻ ചങ്ങല ഒട്ടിച്ചെറിഞ്ഞത ഞാൻ നിന്നെ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും ഞാൻ നിന്നെ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ കെട്ടുകളഴിഞ്ഞിടട്ടെ വൻരോഗങ്ങൾ പൂർണ്ണമായി നീങ്ങിടട്ടെ കെട്ടുകളഴിഞ്ഞിടട്ടെ വൻരോഗങ്ങൾ പൂർണ്ണമായി നീങ്ങിടട്ടെ നിൻ സഭ വളർന്നിട്ട എണ്ണത്തിൽ പെരുകുക നിൻ സഭ വളർന്നിട്ട എണ്ണത്തിൽ പെരുകുക ഞാൻ നിന്നെ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ നിന്നെ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിലാരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ആത്മാവിലാരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ മുപ്പത്തിയഞ്ചാമത്തെ പാഠം 35 എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കുണ്ട്
കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീയിലല്ല, എൻ യേശുവിൻ കരങ്ങളിലാ. വീഴുന്നതോ തീയിലല്ല, എൻ യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഓരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടക്കുന്ന യേശുവേ ഞാനവൻ കരങ്ങളിലാ. നടക്കുന്ന യേശുവേ ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. 44-ാമത്തെ പാട്ട്. യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവന്റെ വിശുദ്ധ ജനം നമ്മൾ. യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവന്റെ വിശുദ്ധ ജനം നമ്മൾ. ഉയർത്തവരുടെ പരമവിളിക്ക് യോഗ്യരം ജനം. ഉയർത്തവരുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. സ്തുതിക്കാം ഹല്ലേലൂയ.
ഹല്ലേലൂയ. സ്തുതിക്കാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കാം ഹല്ലേലൂയ, സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയ. ശത്രുവിൻ ശക്തികൾ തകർന്നിടട്ടെ, ശക്തിയായി സഭകൾ വളർന്നിടട്ടെ. ശത്രുവിൻ ശക്തികൾ തകർന്നിടട്ടെ, ശക്തിയായി സഭകൾ വളർന്നിടട്ടെ. ഐക്യമായി നിന്നു വേല ചെയ്തിടാം, സത്യമായി മുന്നേറിടാം. ഐക്യമായി നിന്നു താൻ വേല ചെയ്തിടാം, സത്യമായി മുന്നേറിടാം. സ്തുതിക്കാം ഹല്ലേലൂയ, സ്തുതിക്കാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കാം ഹല്ലേലൂയ, സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയ. ലക്ഷ്യം തെളിവായി മുൻപിലുണ്ട്, മാർഗവും ഒരിക്കലായി അരുളിയിട്ടുണ്ട്. ലക്ഷ്യം തെളിവായി മുമ്പിലുണ്ട്, മാർഗവും ഒരിക്കലായി അരുളിയിട്ടുണ്ട്. സുശേഷ ദീപം തോളിലേന്തി ലോകത്തിൻ വിളക്കാകാം. സുവിശേഷ ദീപം തോളിലേന്തി ലോകത്തിൻ വിളക്കാകാം. സ്തുതിക്കാം ഹല്ലേലൂയ, സ്തുതിക്കാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കാം ഹല്ലേലൂയ, സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയ. ചെങ്കടലോളങ്ങൾ മുമ്പിലുണ്ട്, വൻപട ഘോരമായി പിൻപിലുണ്ട്. ചെങ്കടലോളങ്ങൾ മുമ്പിലുണ്ട്, വൻപട ഘോരമായി പിൻപിലുണ്ട്. ഇടവും വലവും നോക്കിടാതെ മുന്നേറി ചെന്നിടാം. ഇടവും വലവും നോക്കിടാതെ മുന്നേറി ചെന്നിടാം. സ്തുതിക്കാം ഹല്ലേലൂയ, സ്തുതിക്കാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കാം ഹല്ലേലൂയ, സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയ. കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം. ദൈവം ദൈവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പീൻ, പീഡിതനും അഗതിക്കും നീതി നടത്തി കൊടുപ്പീൻ. അവർക്ക് അറിവില്ല, ബോധവുമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു,
ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെ ഇളകിയിരിക്കുന്നു. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും, പ്രഭുക്കന്മാരിൽ ഒരുത്തനെ പോലെ പട്ടുപോകും. ദൈവമേ, എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ. നീ സകല ജാതികളെയും അവകാശമാക്കിക്കൊള്ളുമല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഈ സങ്കീർത്തനായ ഈ രാത്രികൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം എവിടെ ആയിരിക്കുന്നു എന്നുള്ളതല്ല, നാം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നു. നാം ഏത് ഭവനത്തിലായിരിക്കുന്നു എന്നുള്ളതല്ല, ഈ രാത്രിയിൽ നാം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നു. ഞാൻ ചുറ്റുപാടുകളെ നോക്കുവാനായിട്ടുള്ളതല്ല, ഞാനും എൻ്റെ ദൈവവും ഞാനും എൻ്റെ ഉടയവനും ഞാനും എൻ്റെ വീണ്ടെടുപ്പുകാരനും ഞാനും എൻ്റെ രക്ഷകനും എന്നുള്ള മറ്റത്തിൽ ആ രക്ഷകൻ്റെ പാദപീഠത്തിന് തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പറയാം, കർത്താവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും വന്ന് ഓർത്തുകൊള്ളണമേ. നമ്മുടെ തെറ്റുകളെ കുറ്റങ്ങളെ ഓർക്കുവാനായിട്ടല്ല, നാം കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു അവൻ്റെ രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ഈ രാത്രി അവൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരികയാണ്. അതിൻ്റെ 2-ാം വാക്യത്തിൽ ഞാൻ പ്രകാരമാണ് പറയുന്നത്, നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും. എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുക്കുകയും പീഡിതനും മകനിക്ക് ന്യായം കൊടുക്കുകയും. അത് 1-ാമത്തെ വാക്യം പറയുന്നു, അവൻ ദേവന്മാരുടെയും ന്യായം വിധിക്കുന്നു. എന്താണ് ന്യായവിധി എന്നുള്ളതിനെപ്പറ്റി കർത്താവ് ന്യായവിധി എന്നുള്ളതിനെപ്പറ്റി യോഹന്നാൻസിൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകാൻ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു തന്നെ. ഒരു ന്യായവിധി നമ്മുടെ അനുഭവത്തിലുണ്ട് എങ്കിൽ ആർക്കാണ് ന്യായവിധി ഇല്ലാത്തതെന്ന് 18-ാം വാക്യം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്നതിനെ ന്യായവിധിയില്ല, വിശ്വസിക്കാത്തതിന് ദൈവത്തിൻ്റെ ഏകജാതന പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായ ന്യായവിധി വന്നു കഴിഞ്ഞു. കർത്താവിൽ വിശ്വസിക്കുന്നതിനെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളവൻ അധികാരം കൊടുത്തുവെങ്കിൽ മക്കളെങ്കിൽ അവകാശികളുമാകുന്നു. ഒരു ദൈവവൈ തന്നെ ന്യായവിധിയില്ല. എന്നാൽ ന്യായവിധി ആർക്കാണ് വന്നിരിക്കുന്നത്? ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മുടെ യോഹന്നാൻ ആദ്യം പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമായ ദൈവം വെളിച്ചമായ ദൈവം നമ്മുടെ ഭവനത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുവെങ്കിൽ ഇന്നൊരു ന്യായവിധിയുടെ അനുഭവത്തിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. നാം ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നില്ല എങ്കിൽ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ മക്കളെന്ന അവകാശത്തിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ ഒരു ന്യായവിധിയുണ്ട്. ന്യായവിധി എന്നത് വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകാൻ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നു. നാം ആരെയാണ് അധികം സ്നേഹിക്കുന്നത്? കർത്താവിനെ സ്നേഹിക്കുന്നോ അതോ ചുറ്റുപാടുകളെ സ്നേഹിക്കുന്നോ? കർത്താവിനേക്കാൾ ഉപരിയായിട്ട് നാം ആരെ സ്നേഹിക്കാനും അത് ദോഷമുള്ളൊരു പ്രവൃത്തിയായിട്ടാണ് തിരുവചനം നമ്മോട് പറയുന്നത്. ആകെ നമുക്ക് ചുറ്റുപാടുകളെ മറക്കണം. നമ്മെ വീണ്ടെടുത്ത് നമ്മുടെ പുത്രത്വത്തിൻ്റെ അവകാശത്തിലേക്ക് കൊണ്ടുവന്ന കർത്താവിനെ സ്തുതിക്കുവാൻ തൊക്കണമായി നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ഹൃദയങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗവുമായി അർപ്പിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തെ യാഗമായി തീർക്കുവാൻ ആ മുറിവുകളെ ഒന്ന് രക്തധാരിയായിട്ട് എടുക്കുമ്പോൾ അവൻ്റെ രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സാരിച്ചി കടന്നു വന്ന് യേശുവിൻ മൂലമൻ യാതന
ഹാലലുയ ഹാലലുയ സ്വോത്രം 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 നാഥാ സ്തുതിക്കുന്നു. ക്രിസ്തുയേശുവിൽ കൂടി അടിയങ്ങളെ അളവില്ല സ്നേഹിക്കുന്ന അടിയങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ സന്ധ്യയായ സമയത്ത് കർത്താവേ, പല ദേശങ്ങളിലെ ഭവനങ്ങളിലായിരുന്ന അടിയങ്ങൾക്ക് കർത്താവേ, ഈ ആലയത്തിൻ്റെ തണലിൻ കീഴിലായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ, ഈ ആലയവും പരിസരേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നാഥ, ഒരു ദുഷ്ടനടുക്കാ ശത്രുവോടാതെ രക്തക്കോട്ടയ്ക്കുള്ളിൽ അവിടുന്ന് മറച്ച് കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ പാൽക്കാലം കർത്താവേ, ഇടിയങ്ങളെ വരാമാവുന്ന ആപത്തനർത്ഥങ്ങളിൽ നിന്നും രോഗദുഃഖാദികളിൽ നിന്നൊക്കെ വിടുവിച്ച് അവിടുന്ന് കൂട്ടിവരുത്തിയവർക്കായി നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, 2 3 ഓപ്പറേഷൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കാവുന്ന വാക്കുന്ന കർത്താവ്, ഈ മധ്യത്തിലും കടന്നു വന്നിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. നാഥ, പാടുവാനും പ്രാർത്ഥിക്കാനും തിരുവനും ധ്യാനിക്കാനും ഒക്കെ അടിയങ്ങൾക്ക് തന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമേ, ഇവിടെ കടന്നു വന്ന എല്ലാ മക്കളെയും കുടുംബമായി അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ, അവരുടെ ആവശ്യഭാരങ്ങളൊക്കെ എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഭാരത്തോടോ പ്രയാസത്തോടെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് ആ ഭാരങ്ങളുടെ മേലൊക്കെ അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, നിന്റെ ഭാരം യഹോവയുടെ മേലിട്ട് കൊള്ളുക, അവൻ നിന്നെ പുലർത്തുവെന്ന് വാക്കുവെന്ന് കർത്താവ്, ഇനി മധ്യത്തിൽ വന്ന അടിയങ്ങളുടെ ഭാരങ്ങളെ ഏറ്റെടുക്കുവാൻ കടന്നു വന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്, സ്തുതിക്കുകയാണ്. കർത്താവേ, വാദപീഠത്തിലിരിക്കുന്ന സമയം കർത്താവേ, ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണല്ലോ കർത്താവേ. അടിയങ്ങൾ ആ പാദപീഠത്തിൽ കടന്നു വന്ന് അവിടെ കടന്നു വന്ന് വരുന്ന കർത്താവേ, അടിയങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരും നിരാശയോടെ കടന്നു പോകുവാനോട് ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, താവേ കൂടി വരൊക്കെ അടിയൻ ഒരുക്കി തന്ന മോൻചായനെ കുടുംബമായി അടിയൻ കേൾപ്പിക്കുന്നു. കർത്താവേ, മകനെ ഇത്രത്തോളം അവിടുന്ന് കാക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, കുടുംബമായി അപ്പൻ്റെ പാദപീഠത്തിൽ അടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ, എൻ്റെയും കുഞ്ഞുങ്ങളെയും പിഞ്ചുദാനങ്ങളെ യേശുവിൻ്റെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ മക്കളെയൊക്കെ അവിടുത്തെ ചിറകിൻ മറവിൽ അവിടുന്ന് കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അല്പസമയം അടിയങ്ങൾ ആ പാദപീഠത്തിൽ ഇരിക്കുകയാണ്. കർത്താവേ, അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് നിറച്ച് പറഞ്ഞയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ യേശുവിൻ്റെ മുഖം ഒന്ന് അന്വേഷിക്കാനും ആ കർത്താവിനെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഉയർത്തുവാനും തക്കവണ്ണം അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും തന്ന വിലയേറിയ അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എൻ്റെ വചനവുമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കർത്താവേ, അടിയങ്ങൾക്ക് വേണ്ടുന്ന വചനം തന്ന അടിയങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ക്രൂശിൻ്റെ മറവിൽ അവിടുന്ന് മറച്ചു നിർത്തുമാറാകണമേ. പരിശുദ്ധാത്മാവിനാൽ അവിടുത്തെ വചനങ്ങളെ പ്രസ്താവിക്കാൻ തക്കവണ്ണം എൻ്റെ മകനെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കേൾക്കുന്ന അടിയങ്ങൾക്ക് അത് കർത്താവെ അനുഗ്രഹമായി തീരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 30 60 മേനി അടിയങ്ങൾക്ക് ഫലം പ്രകടിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപലകയിൽ എഴുതി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻവർക്ക് കളയാതെ വണ്ണം കർത്താവോടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിയമേ കടന്നു വരാൻ സാധിക്കാനായ ഓരോ മക്കളെയും പിന്നെ കരങ്ങളിൽ അടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ കരം കൂടെ ഇരുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമയം കുഞ്ഞോളാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിൻ്റെ വളായിരിക്കുന്നിടത്ത് കരം കൂടെ ഇരുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുവിന് കൊടുത്ത വിടുതലിനായി സൗഖ്യത്തിനായി ഇനിയോടെ സ്തോത്രം. കർത്താവെ, പൂർണ്ണമായ വിടുതലെ സൗഖ്യം കൊടുത്ത് കർത്താവെ, എൻ്റെ മോള് ജോലിക്കായൊക്കെ കടന്നു പോകാൻ ഒരുങ്ങുന്നുണ്ട്. കർത്താവെ, പോകുവാനുള്ള ബലവും ശക്തിയൊക്കെ എൻ്റെ അപ്പൻ അവിടുന്ന് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ കരങ്ങളിലേക്ക് എൻ്റെ മക്കളെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, അടിയൻ്റെ ഉറവോടോ ബലഹീനതകളോ കർത്താവെ ഇന്നത്തെ അനുഗ്രഹത്തിന് തടസ്സമാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കൃപകളാലും അനുഗ്രഹങ്ങളാലും ഒക്കെ അടിയങ്ങളെ നിറച്ച് പറഞ്ഞയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദേശത്തെ ചുറ്റുപാടുകളെയൊക്കെ ഏൽപ്പിക്കുന്നു. നാഥ, അനർത്ഥങ്ങളിൽ ആപത്തുകളിൽ നിന്നൊക്കെ അവിടുന്ന് വിടുവിച്ച് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങളോട് കൂടെ വസിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അന്ത്യവരെ ക്രിസ്തുവാകുന്ന ഉറച്ച പാറമേലാശ്രയം വെച്ച് പാനടിയങ്ങളെ ഓരോ മക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങൾ പേര് പറയപ്പെട്ട എല്ലാ മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിൽ അടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്കൊക്കെ വിടുതല സൗഖ്യം അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മത്സമ സഹോദരിയുടെ മോനെ കരങ്ങളിൽ സമയം അടിയൻ
വയ്ക്കുന്ന കർത്താവേ, എൻ്റെ മകൻ്റെ രോഗഭാരങ്ങളിൽ നിന്നൊക്കെയും കർത്താവ് പൂർണ്ണമായ വിടുതലെ സൗഖ്യം അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ മകനെയും കുടുംബമായി ഏൽപ്പിക്കുന്നു അപ്പാവും കൂടെ ഇരുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ നന്മകളാലും കൃപകളാലും അടിയങ്ങളെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അന്ത്യവരിയ ക്രിസ്തുവാകുന്ന ഉറച്ച പാറമേലാശ്രയം വെച്ച് ജീവിപ്പാൻ അടിയങ്ങളെ ഓരോ കുടുംബത്തെയും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നാലും രക്ഷകന്റെ പാദമെടുത്തി സമർപ്പിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളണമേ. സ്വർഗീയപിതാവേ. ആരാധനയ്ക്കായിട്ട് എഴുന്നേൽക്കണം. പാട്ടുപുസ്തകത്തിലെ 8ാമത്തെ പാട്ട്. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. യോർദാൻ സമമനശോ
സ്നേഹമാശയം യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും പാടി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും പാടി പുകഴ്ത്തിടുമേ പേരാതള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കാനെന്ന വാർത്തയാൽ പേരാതള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കാനെന്ന വാർത്തയാൽ കാട്ടി എന്നെ കരത്തിൽ വെച്ചു ജീവപാതെ എന്നു ഓടുന്ന കാട്ടി എന്നെ കരത്തിൽ വെച്ചു ജീവപാതെ എന്നു ഓടുന്ന യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ ഘോരാ ഭയങ്കര കാറ്റുമലയും കൊടിയതവരും നേരത്തിൽ ഘോരാ ഭയങ്കര കാറ്റുമലയും കൊടിയതവരും നേരത്തിൽ കാക്കും കരങ്ങളെ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടുന്ന കാക്കും കരങ്ങളെ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടുന്ന യേശുവെന്ന നാമമേ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും പാടി പുകഴ്ത്തിടുമേ 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 ഹല്ലേലൂയ 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 യേശുവിന്റെ നാമത്തിൽ ജൻസി കടന്നു വന്ന ദൈവാനുഭവത്തിന്റെ ഭാഗം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഇന്ന് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്ന ഈ നിമിഷത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ, ഞങ്ങൾ ഇന്ന് കേൾക്കുന്ന ഈ വചനം ഞങ്ങൾക്ക് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണമേ കർത്താവേ. ഞങ്ങൾ നിന്നതല്ല, ഞങ്ങളെ നിർത്തിയതാണ് അല്ല കർത്താവേ, ഞങ്ങൾ നേടിയതല്ല ദൈവം, എല്ലാം തന്നാണ് കർത്താവേ. ഞങ്ങളെ ഇന്ന് വഴി നടത്തുന്ന കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പാപത്തനത്തിൽ നോക്കുകയും ഞങ്ങളെ കാത്തു പരിപാലിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. യേശുവേ, ഞങ്ങളെ അവിടുന്ന് കാത്തു പരിപാലിക്കുന്നവയ്ക്കായി നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ച് വേർതിരിച്ചതിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. നീ പ്രാർത്ഥനയിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഇതിന് പങ്കുചേരാൻ പറ്റാത്തവരെല്ലാവരെയും ഓർക്കുന്നു കർത്താവേ. ദൈവമേ, ഈ കുഞ്ഞുമക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരാത്മീയ ജീവിതത്തിൽ കൂടെ അവരെ നടന്നു വരുവാൻ കർത്താവെ അവരെ സഹായിക്കണം കർത്താവെ. ഞങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ വചനം കർത്താവെ, ഞങ്ങൾക്ക് നേരെ വഴി നേരെ ആവുന്നു എന്നുള്ള ചിന്തയിൽ കൂടെ കർത്താവെ ദുഷ്ടൻ ഞങ്ങളെ തൊടുവാൻ ഇടവരുത്താതെ കർത്താവെ ഞങ്ങൾക്കൊരു ഫലവത്താവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ദുഃഖങ്ങൾ, വേദനകൾ, പ്രയാസങ്ങളൊക്കെ ആയിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരെ എല്ലാം ഞങ്ങൾ ഓർത്ത് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി കുരിശ് മറിച്ച് ഞങ്ങളുടെ യേശു തമ്പുരാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുട്ടൻ കടന്നു വന്നു. നിതിനെ നീ അവിടെ പുഴയ്ക്കകത്ത് വരാൻ
പോരാത്തവനാണ്, എൻ്റെ കൂടെ ഇരിപ്പാനും ഞാൻ പോരാത്തവനാണ്, എൻ്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എൻ്റെ കൂടെ ഇരിപ്പാനും ഞാൻ പോരാത്തവനാണ്. ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതിയേ എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ, അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എന്നിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, നീ പറഞ്ഞാൽ വീണം മാറും, നീ പറഞ്ഞാൽ മരണം മാറും, നീ പറഞ്ഞാൽ വീണം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ. എനിക്ക് പുകഴാൻ ആരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ പോലെ ശ്രേഷ്ഠൻ വേറെ ആരുമില്ലേ, എനിക്ക് പുകഴാൻ ആരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ പോലെ ശ്രേഷ്ഠൻ വേറെ ആരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എന്നിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, നീ പറഞ്ഞാൽ രോഗം മാറും, നീ പറഞ്ഞ പാവം മാറും, നീ പറഞ്ഞാൽ രോഗം മാറും, നീ പറഞ്ഞാൽ പാവം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ. കൈയടിച്ചു പാടിത കട്ടനെ ചൊരിച്ചത് ശബ്ദശക്തി ശബ്ദമോടക്കി തന്നിങ്ങ പാടി, ശബ്ദശക്തി ശബ്ദമോടക്കി തന്നിങ്ങ